ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അതിന് വാങ്ങാൻ വരുന്ന കസ്റ്റമറോട് തർക്കിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ അദ്ദേഹത്തെ മുഷിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അദ്ദേഹം പിന്നീട് ഒരിക്കലും ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും അദ്ദേഹം പിന്നെ അത് വാങ്ങാൻ വരില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അത് മറ്റുള്ളവരോട് സജസ്റ്റ് ചെയ്യുകയും ചെയ്യുകയില്ല. നമ്മുടെ പെരുമാറ്റത്തിലാണ് ശരിക്കും പിന്നെ ഒരു 30-40% കസ്റ്റമറുടെ മനസ്സ് നമ്മുടെ പെരുമാറ്റത്തിലാണ് പിന്നെ സ്വാധീനിക്കപ്പെടുന്നത്. അതേപോലെ പാക്കിങ്, ഒരു വസ്തുവിൻ്റെ ഗുണമേന്മയിലല്ല, നല്ല പാക്കിങ്, അതേപോലെ വാങ്ങാൻ നല്ല അറ്റ്മോസ്ഫിയർ എന്ന കാര്യങ്ങളൊക്കെ കൂടെ ചേർന്നിട്ടാണ് 50% നിയന്ത്രിക്കുന്നത്. ബാക്കിയുള്ള 50% മാത്രമേ ഒരു പ്രൊഡക്റ്റിന്റെ മൂല്യത്തിന് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ഗുണമേന്മക്ക് കൽപ്പിക്കുന്നുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിക്കോ എന്ന മനോഭാവത്തോട് കൂടിയിട്ടാണ് ഒരു കസ്റ്റമറെ നമ്മൾ സമീപിക്കുന്നതെങ്കിൽ പിന്നീട് ആ കസ്റ്റമർ ഒരിക്കലും നമ്മുടെ കസ്റ്റമർ ആവില്ല. മാത്രവുമല്ല, അദ്ദേഹത്തോട് ബന്ധപ്പെട്ട പല ആളുകളോടും അദ്ദേഹം അത് പിന്നെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആ പ്രൊഡക്റ്റ് വാങ്ങേണ്ടതില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങേണ്ടതില്ല, അല്ലെങ്കിൽ ഈ ബ്രാൻഡ് സ്വീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മറ്റുള്ളവരെ കൂടെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് നമ്മുടെ ബ്രാൻഡിനെ ഏറ്റവും വലിയ തോതിൽ ബാധിക്കും. നമ്മുടെ കസ്റ്റമറുടെ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ആദ്യം ചോദിക്കുന്നു, അദ്ദേഹത്തിന്റെ പേര് വിളിച്ച് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ കസ്റ്റമറുടെ മനസ്സ് കീഴ്പ്പെടുത്തിയാൽ മാത്രമേ പ്രൊഡക്റ്റിന്റെ ഗുണമേന്മയേക്കാൾ കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന ഘടകങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റും നമ്മളെ പിന്നെ വിപണിയിൽ വിറ്റഴിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.